നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ടേം ഇവാലുവേഷനാണ്, അതായത് ഓണം എക്സാമിൻ്റെ. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5 ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഒറ്റ മാർക്കാണ് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ ഏജ് ഓഫ് ഫോസിൽസ്. ഏജ് ഓഫ് ഫോസിൽ ഡിറ്റർമിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് കാർബണിൻ്റെ ഐസോട്ടോപ്പാണ്? നമുക്കറിയാം കാർബൺ 14. ആ ഒരു ഫോസിലിൽ എത്രമാത്രം കാർബൺ 14 റിമൈൻ ചെയ്യുന്നുണ്ട്, അവശേഷിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് സയൻറ്റിസ്റ്റുകൾ അതിൻ്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം എത്രയുണ്ടെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർബൺ 14 ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. അത് നമുക്കറിയാം. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഈസ്. ആൻസർ 2 ആണ്. കാരണം ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, 8 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 6 വരും. അപ്പോൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ തയ്ക്കാൻ ഓക്സിജന് എത്ര ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്? 2 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. ഓരോ ഓക്സിജനും 2 ഇലക്ട്രോണിൻ്റെ വീതം ആവശ്യമുണ്ട്. അപ്പം ഈ 2 ഇലക്ട്രോണുകളാണ് ഓക്സിജൻ തമ്മിൽ കോവാലൻ ബോണ്ട് വഴി ഷെയർ ചെയ്യുന്നത്. അപ്പം 2 ഇലക്ട്രോൺ ആകുമ്പോൾ എത്ര പെയറായി? 2 പെയറായി. അപ്പോൾ അതെന്താണ്? ഡബിൾ ബോണ്ടായി അല്ലേ? അപ്പോൾ നമുക്കെന്ത് പറയാം? ഈ 4 ഇലക്ട്രോണാണ്. അപ്പോൾ ഒരു ഓക്സിജൻ 2 ഇലക്ട്രോൺ, മറ്റേ ഓക്സിജൻ 2 ഇലക്ട്രോൺ. അപ്പോൾ എത്ര? 2 പെയേഴ്സാണ് അല്ലേ? 4 ഇലക്ട്രോൺ ആകുമ്പം 2 പെയേഴ്സ് വരും. ഈ 2 വെച്ച് 2 പെയേഴ്സ് വരും. അപ്പോൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ. വിച്ച് ഗ്യാസ് ഗീവ്സ് പ്രോട്ടോൺ ഡ്യൂറിങ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് യൂസിങ് പെർഫറേറ്റഡ് കാഥോഡ്. ആൻസർ ഹൈഡ്രജൻ. നെക്സ്റ്റ്, ഫില്ലപ്പ് അപ്പ് സ്യൂട്ടബിളി. മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ നമ്മളതൊക്കെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അറ്റോമിക് മാസ് ആണ്. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ്? അറ്റോമിക് നമ്പറാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, മെറ്റലോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ മെറ്റലോയിഡ്സുകളുണ്ട്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഏതൊക്കെയെന്നൊക്കെ അറിയാമല്ലോ, ഞാനത് പറഞ്ഞു തരുന്നില്ല. ഒന്നാമത്തത് എന്താണ്? വാട്ട് ആർ മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സ് എന്താണ്? റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സ് ആർ എലമെൻറ്റ്സ് ദാറ്റ് എക്സിബിറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ആ ഒരു സ്വഭാവം കാണിക്കുന്നതിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ദേ ഓഫൺ ഹാവ് എ മെറ്റാലിക് ലസ്റ്റർ. എന്നുവെച്ചാൽ ലസ്റ്റർ എന്ന് വെച്ചാൽ സൗണ്ട് കേൾക്കുന്നത്. തട്ടുമ്പോൾ നമ്മൾ മെറ്റലിനകത്ത് തട്ടുമ്പോൾ സൗണ്ട് കേൾക്കുമല്ലോ, അങ്ങനെ സൗണ്ട് കേൾക്കും. ദേ ഓഫൺ ഹാവ് എ മെറ്റാലിക് ലസ്റ്റർ ബട്ട് ആർ ബ്രിറ്റിൽ ആൻഡ് ഹാവ് എ ലോവർ കണ്ടക്ടിവിറ്റി ദാൻ മെറ്റൽസ്. മെറ്റൽസിനേക്കാളും കണ്ടക്ടിവിറ്റി കുറവാണ് ഏതിന്? ഈ മെറ്റലോയിഡ്സിന്. കണ്ടക്ടിവിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ ഹീറ്റും ഇലക്ട്രിസിറ്റിയും കടത്തി വിടുന്നില്ല, അതാണ് കണ്ടക്ടിവിറ്റി കുറവെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സിന് 2 ഉദാഹരണങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടത്. സിലിക്കോൺ ആൻഡ് ബോറോൺ. ഇനിയും ഉണ്ട്. ഞാനിതൊക്കെ ഇനിയും പറഞ്ഞു തരുന്ന കാരണം എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ തലയിൽ അത് സ്ട്രൈക്ക് ആവാനാണ്. അതാണ് 2 എണ്ണത്തിൽ ഒതുക്കാതെ പിന്നെയും ഞാൻ പറഞ്ഞു തരുന്നത്. ജെർമേനിയം ഉണ്ട്, ആർസനിക് ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്, ടെലൂറിയം ഉണ്ട്, പൊളോറിയം ഉണ്ട്. ഇതൊക്കെയാണ് മെറ്റലോയിഡ്സുകൾ. നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ആറ്റം ഓഫ് എലമെൻറ്റ് എക്സ് ഹാസ് 16 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ എലമെൻറ്റ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിന് 16 ഇലക്ട്രോണുകളുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ആ എലമെൻറ്റിൻ്റെ 16 ഇലക്ട്രോണുകളുള്ള ആ എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് ഓഫ് ദി എലമെൻറ്റ്. 2 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് നോക്കുക. 16 ഇലക്ട്രോണുള്ള ഒരു എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് 2, 8, 6. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, പിന്നെ വരുന്ന 6 ഇലക്ട്രോൺ നെക്സ്റ്റ് ഷെല്ലിൽ കൊടുക്കണം. അപ്പോൾ 2, 8, 6 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്
ഫൈൻഡ് ഔട്ട് ദി ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദി എലമെൻറ്റ്. ഇതിൻ്റെ ഗ്രൂപ്പും പീരീഡും ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ടോ അതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ, ഇത് മുന്നോട്ടുള്ള ക്ലാസ്സിലും വേണ്ടുന്നതാണ്. ഇപ്പോൾ എക്സാം കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ ആൻസർ മാത്രം റെഫർ ചെയ്ത് പോകാൻ പാടില്ല. ഞാൻ പറയുന്ന എക്സ്പ്ലനേഷനും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. കാരണം നിങ്ങൾക്ക് 10th ഇത് ആവശ്യമാണ്. തന്നെയല്ല ഇനി അങ്ങോട്ടുള്ള കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സുകൾ ഓരോന്നോരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷനൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ ഇവിടെ 6 ഇലക്ട്രോൺ ആണുള്ളത്. പക്ഷേ നമുക്ക് അതുകൊണ്ട് തന്നെ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആയതുകൊണ്ട് 6 ഗ്രൂപ്പിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അവിടെ ട്രാൻസിഷൻ എലമെൻ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ട് അല്ലേ. 3 മുതൽ 12 വരെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്ത് വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 മുതൽ 8 വരെ വരുമ്പോഴത്തേക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 കൂട്ടിക്കൊടുക്കും. ഈ ട്രാൻസിഷൻ എലമെൻറ്റിന് 10 ഗ്രൂപ്പിലാണത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 കൂട്ടിക്കൊടുത്ത് നമ്മൾ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെഴുതുന്നത്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 എണ്ണം വന്ന ട്രാൻസിഷൻ എലമെൻറ്റ് 10 കൂട്ടിക്കൊടുത്തിട്ട് 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 വന്നു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ 10 കൂടെ കൂട്ടിക്കൊടുത്ത് നമ്മളെന്ത് ചെയ്യും? 17ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ 3 തൊട്ടാണ് കിടക്കുന്നത്. അപ്പോൾ 1ഉം 2ഉം വന്നു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1ഉം 2ഉം ഇലക്ട്രോൺ വന്നാൽ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പിലാണത് ഉള്ളതെന്ന് പറയും. പക്ഷേ 3 മുതൽ അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും 3 ഇലക്ട്രോൺ മുതൽ അങ്ങോട്ട് വരുമ്പോഴാണ് നമ്മൾ 10 കൂട്ടിക്കൊടുത്ത് ഗ്രൂപ്പ് നമ്പർ എഴുതുന്നത്. പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എക്സ് എന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്ത് വരുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് 10 ഗ്രൂപ്പിലാണ് കിടക്കുന്നത്. ആ 10 കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ 16 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 16ാമത്തെ ഗ്രൂപ്പിലാണുള്ളതെന്ന് പറയാം എക്സ് എന്ന എലമെൻ്റ് ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ പീരീഡ് 3rd പീരീഡിലാണ്. കാരണം എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് 3rd പീരീഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻ പീരീഡ്സ്. എക്സ്പ്ലെയിൻ ദ റീസൺ എന്ന് വെച്ചാൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, 3rd മുതൽ 12th വരെയുള്ളത് ട്രാൻസിഷൻ എലമെൻറ്റ്സുകളാണ്. അപ്പോൾ ഇതിന് പ്രോൻ്റെ സ്വഭാവത്തിൽ ഗ്രൂപ്പിലും ആസ് വെൽ ആസ് പീരീഡിലും അതിന് സ്വഭാവത്തിനൊരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട് അതിൻ്റെ ആൻസർ. സെയിം പീരീഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്. അപ്പോൾ സെയിം പീരീഡിൽ സെയിം നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ടാണ് അതിന് ഒരേ സ്വഭാവം കാണിക്കുന്നത്. വേറെ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏതാ കൺവീനിയൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. ദ സിംബൽ ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ. നമുക്കറിയാം സിംബലും തന്നിട്ടുണ്ട്, അതിനകത്ത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. ഒരു 4 എലമെൻറ്റിൻ്റെ. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഐസോബാറുകൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ദിസ് പെയർ. എന്തുകൊണ്ട് ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തു എന്നും എഴുതുക. അപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം കാൽസ്യവും ആർഗണുമാണ് ഇതിനകത്ത് നമ്മൾ ഐസോബാറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ റീസൺ ദേ ഹാവ് ദ സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഒരേ മാസ് നമ്പർ ആവുന്നത് നമുക്കറിയാം അത് ഐസോബാറുകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരേ അറ്റോമിക് നമ്പറുകളാവുന്നത് ഐസോടോപ്പുകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം ദേ ഹാവ് ദ സെയിം മാസ് നമ്പർ 14 ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് from the following statement. They exist as crystals in solid state. They usually have low melting points and boiling points. They usually have high melting points and boiling points. They conduct electricity in solid state. ഇതിനകത്ത് അയോണിക് കോമ്പൗണ്ടുകളുടെ സ്വഭാവം ഏതാണെന്ന് സെലക്ട് ചെയ്തെഴുതാൻ. ഇതിൻ്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ദേ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റൽ ഇൻ സോളിഡ് സ്റ്റേറ്റ്.
ദേ യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. വേറെയും ഒരുപാട് സവിശേഷതകളുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് വരുന്നത് ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 11 to 15. ഈച്ച് ക്യാരീസ് 3 സ്കോർസ്. 11th സം ഓഫ് ദി ഒബ്സർവേഷൻ ഓഫ് റുദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ അസംഷൻസ് അറൈവ്ഡ് അറ്റ് ഫ്രം ദീസ്. റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്തുനിന്ന് വന്ന ഓരോരോ കാര്യങ്ങളിലും അദ്ദേഹം അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അസംഷൻസുകൾ എന്താണെന്ന് പറയുക. അപ്പോൾ ആദ്യത്തേതെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ആൽഫ പാർട്ടിക്കിൾസ് കടത്തിവിട്ട കഥകളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അത് ആ ഒരു ഗോൾഡ് ഫോയിലിലൂടെ മോസ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് പാസ് ചെയ്തു പോയി. അൺഡിഫ്ലക്റ്റഡ്, തിരിച്ചു വരാതെ പാസ് ചെയ്തു പോയി. രണ്ടാമതെന്തോ കണ്ടുപിടിച്ചത് സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മാൾ ആംഗിൾ. ഒരു ചെറിയ ആംഗിളിൽ അത് തിരിച്ചു വന്നു, കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസ്. മൂന്നാമത്തെ അത് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താണ്? എ വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക്. കുറച്ച് മാത്രം, വളരെ കുറച്ച് മാത്രം ആൽഫ പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ തിരിച്ചു വന്നു, ബൗൺസ് ബാക്ക് വന്ന്. ആദ്യത്തത് എന്ത് സംഭവിച്ചു? അത് ഡിഫ്ലക്റ്റ് ചെയ്യാതെ തിരിച്ചു വരാതെ അതിലൂടെ ഗോൾഡ് ഫോയിലൂടെ പുറത്തു പോയി. രണ്ടാമത്തത് കുറച്ച് മാത്രം എന്ത് ചെയ്തു? ഒരു ചെറിയ കോണിൽ തിരിച്ചു വന്നു. മൂന്നാമത്തത് ബൗൺസ് ബാക്ക്, ഒരു വളരെ തുച്ഛമായിട്ടുള്ള പാർട്ടിക്കിൾസ് പോയത് വഴിക്ക് തന്നെ തിരിച്ചു വന്നു. ഇതിൽ നിന്നൊക്കെ അദ്ദേഹം കുറേ അസംഷൻസുകളിലെത്തിയിട്ടുണ്ട്. എന്താണ് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. മെജോറിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഫോയിൽ അൺഡിഫ്ലക്റ്റഡ് സിൻസ് മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എംപ്റ്റി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൽഫ പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫോയിലൂടെ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ആറ്റത്തിൻ്റെ ഭാഗവും എന്താണ്? എംപ്റ്റി ആണ്, ഒന്നുമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ടാമത്തെ അസംഷൻ സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മാൾ ആംഗിൾ ഡ്യൂ ടു ദ റിപ്പൽഷൻ കാസ്ഡ് വെൻ ദേ പാസ്ഡ് ബൈ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൺ ഇൻസൈഡ് ദി ആറ്റം. അപ്പം നമ്മൾ ഈ ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ് എന്ത് ചെയ്യുന്നത്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ചത്. കാഥോഡ് റൈസ് അല്ല, അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇത് ആൽഫ പാർട്ടിക്കിളാണ്. അപ്പോൾ എന്ത് ചെയ്തത്? ചെറിയൊരു ആംഗിളിൽ തിരിച്ചു വന്നപ്പോൾ എന്ത് വെച്ചാൽ ആ ഒരു ഭാഗമെന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൺ ആണ്. അതുകൊണ്ടാണ് ആ പോസിറ്റീവും തമ്മിൽ റിപ്പൽഷൻ സംഭവിച്ച് തിരിച്ചു വന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവും തമ്മിൽ റിപ്പൽഷൻ സംഭവിക്കും, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അട്രാക്ഷൻ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്തു? കുറേ ആൽഫ പാർട്ടിക്കിൾസിന് എന്ത് സംഭവിച്ചു? അതിലൂടെ അങ്ങ് അപ്പുറം പോയി. അപ്പോൾ മനസ്സിലായത് പൊള്ളയാണെന്ന്, അവിടെ എംപ്റ്റി ഭാഗമാണ്, അതുകൊണ്ടാണ് അപ്പുറം പോയതെന്ന്. പിന്നെ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് മാത്രം പാർട്ടിക്കിൾസ് അതുപോലെ തന്നെ ചെറിയൊരു ആംഗിളിൽ തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൺസ് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ റിപ്പൽഷൻ സംഭവിച്ച് തിരിച്ചു വന്നത്. മൂന്നാമത് എന്ത് സംഭവിച്ചു? ആൽഫ പാർട്ടിക്കിൾ ബൗൺസ് ബാക്ക് ചെയ്തു വന്നു, അതേപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ അതിനെന്തുമനുസരിച്ചു? ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ വെരി സ്മാൾ വോളിയം അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ആറ്റം. അത് കുറച്ച് മാത്രമല്ല തിരിച്ചു വന്നുള്ളൂ. അപ്പം വളരെ കുറച്ച് അളവ് മാത്രമുള്ള പോസിറ്റീവ് ചാർജസ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? സെൻറ്ററിലാണെന്ന്. ദിസ് സെൻറ്റർ ഈസ് എക്സ്ട്രീംലി സ്മാൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്, കാരണം വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. The alpha particles which bounce back were those that were directed to this center. അപ്പോൾ ഈ സെൻറ്ററിലോട്ട് പോയ ആൽഫ പാർട്ടിക്കിളാണ് തിരിച്ചു വന്നത്. ദിസ് ഈസ് കാൾഡ് സെൻറ്റർ ന്യൂക്ലിയസ്. ഹീ കാൾഡ് ദിസ് സെൻട്രൽ ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം വിളിച്ചു. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡിനെ പറ്റിയാണ്. അറ്റോമിക് നമ്പർ എടുത്തിട്ടുണ്ട്. സോഡിയത്തിൻ്റെ 11, ക്ലോറിൻ്റെത് 17. വിച്ച് ആറ്റം ഡൊണേറ്റ് ഇലക്ട്രോൺ ഇൻ ദിസ് റിയാക്ഷൻ? ഏത് ആറ്റമായിരിക്കും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നത്? സോഡിയം. അത് ടെക്സ്റ്റിലുണ്ട്, ഇതുപോലുണ്ട് ടെക്സ്റ്റിൽ. ഞാനത് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമൊക്കെ ഞാൻ വരച്ച് തന്നതാണ്.
ഞാൻ അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇട്ടപ്പോഴും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരിക്കും? സോഡിയം ആയിരിക്കും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. കാരണം സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ സോഡിയത്തിൻ്റെ ലാസ്റ്റിൽ വരുന്നത് 1 ഇലക്ട്രോണാണ്. കാരണം 2 8 1. അപ്പോൾ 1 ഇലക്ട്രോൺ ആകുമ്പോൾ അത് ഡൊണേറ്റ് ചെയ്യുകയേ ചെയ്യുള്ളൂ അല്ലേ? കാരണം 1 ഇലക്ട്രോണേ ഉള്ളൂ. അത് ഡൊണേറ്റ് ചെയ്തിട്ട് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണായി ഒബ്ജക്റ്റ് കോൺഫിഗറേഷനിൽ എത്താനാണ് അത് ശ്രമിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും? സോഡിയം. ഡ്രാ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദി ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐസോട്ടോപ്പ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹെവി വാട്ടർ. ഹെവി വാട്ടർ ഉണ്ടാക്കാൻ ഐസോട്ടോപ്പ് ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോട്ടോപ്പ്. ഏതാണ്? ഹൈഡ്രജൻ്റെ ഡിറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഉപയോഗിക്കുന്നത് ഹെവി വാട്ടർ ഉണ്ടാക്കാൻ. റൈറ്റ് ദി നെയിം ഓഫ് ദി അതർ 2 ഐസോട്ടോപ്പ് ഓഫ് ദിസ് എലമെൻറ്റ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ബാക്കി 2 ഐസോട്ടോപ്പ് ഏതാണ്? പ്രോട്ടിയവും ട്രിഷ്യവും. വിച്ച് ഐസോട്ടോപ്പ് എമംഗ് ദീസ് ഹാസ് മാസ് നമ്പർ 3? ഏതിനാണ് മാസ് നമ്പർ 3 ഉള്ളത്? ട്രിഷ്യത്തിനാണ് മാസ് നമ്പർ 3 ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിന് സ്യൂട്ടബിൾ അല്ലാത്തത്. ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്സ്. അത് നമ്മൾ പറഞ്ഞു ഏതിനാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സിനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സിമിലാരിറ്റിയില്ല മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുമായിട്ട്. പിന്നെ ഉള്ളത് എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡഡ്. ഈ 3 to 12 എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണെന്നും പറഞ്ഞു. ആക്ടിനോയിഡ്സ് ആൻഡ് ലാന്തനോയിഡ്സ് ആർ ഇൻക്ലൂഡഡ്. ഈ ആക്ടിനോയിഡും ലാന്തനോയിഡും ഉള്ളതും ഏതിനകത്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സിനകത്താണ് ഇത് ഉൾക്കൊള്ളുന്നത്. ബാക്കി വരുന്നതെല്ലാം മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ഉൾക്കൊള്ളുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഔട്ടർമോസ്റ്റ് എം ഷെൽ ഓഫ് ആൻ എലമെൻറ്റ് കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺ. അപ്പോൾ എം ഷെല്ലിൽ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലായിട്ടുള്ള എം ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഇറ്റ് ഹാസ് 8 ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസ്. അപ്പോൾ എത്ര ഉണ്ട്? അതിൻ്റെ എം ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ തന്നെ 18 ന്യൂട്രോൺ അതിൻ്റെ ന്യൂക്ലിയസിലും ഉണ്ട്. റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. റൈറ്റ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ മാസ് നമ്പർ എഴുതുക. ഹൗ മെനി പോസിറ്റീവ് ചാർജസ് ആർ ദെയർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം. ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും എഴുതുക. അപ്പോൾ 7 ഇലക്ട്രോൺ ആണ് അതിൻ്റെ എം ഷെല്ലിലുള്ളത്. അപ്പോൾ എം ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആകുമ്പോൾ അതിന് തൊട്ട് മുമ്പിൽ എത്ര ഷെല്ലുകളുണ്ട്? 2 ഷെല്ലുകൾ കാണും. കെ എൽ എം ആണ്. ശ്രദ്ധിച്ചിരുന്നോണേ. അപ്പോൾ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ പറ്റൂ. അതുപോലെ തന്നെ അടുത്തതുള്ളത് കെ എൽ ഷെല്ല്. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, എം ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ പിടിയിട്ടുള്ള. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 287. റൈറ്റ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അപ്പോൾ അറ്റോമിക് നമ്പർ 17 വരും. കാരണം 17 ഇലക്ട്രോണുകളുണ്ട്. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഷെല്ലുകളിൽ 17 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണവും 17 ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണമായിരിക്കും അറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ 17 ആയിരിക്കും. ഇനി അതിൻ്റെ മാസ് നമ്പർ കണ്ടുപിടിക്കാൻ മാസ് നമ്പർ ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം കൂട്ടുമ്പോൾ അതിൻ്റെ മാസ് നമ്പർ കിട്ടും. ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം 17, ന്യൂട്രോണിൻ്റെ എണ്ണം 18. അതിൻ്റെ സം എടുക്കുമ്പോൾ നമുക്ക് 35 കിട്ടും. അതാണ് മാസ് നമ്പർ. ഹൗ മെനി പോസിറ്റീവ് ചാർജസ് ദെയർ ആർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം. അപ്പം നമുക്കറിയാം പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അപ്പം 17 പ്രോട്ടോണാണുള്ളത്. അതുകൊണ്ട് തന്നെ 17 പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 60 to 20. ഈച്ച് ക്യാരി 4 സ്കോർ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 16 മുതൽ 20 വരെ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് ദ അറ്റോമിക് നമ്പർ ചേഞ്ചസ് ദ സൈസ് ഓഫ് ആറ്റം ആൾസോ ചേഞ്ച്. അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ആറ്റത്തിൻ്റെ സൈസും ചേഞ്ച് ചെയ്യും. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സൈസ് ഓഫ് ആൻ ആറ്റം? ഹൗ ഡസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം വേരി ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ്സ്?
ആറ്റത്തിൻ്റെ സൈസ് ഓഫ് ആൻ ആറ്റം. ആറ്റത്തിൻ്റെ സൈസിനെ സ്വാധീനിക്കുന്നത് ന്യൂക്ലിയർ ചാർജും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷെൽസുമാണ്. ബി വരുന്നത് മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് എ പീരീഡ്. ഇതിൻ്റെ എല്ലാം റീസൺ ഞാൻ നല്ല വ്യക്തമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലായി കിട്ടും. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ആർ നോട്ട് റിയൽ. അപ്പോൾ ABCD എന്നുള്ള സിമ്പിൾ റിയൽ അല്ല. നോക്ക്, എലമെൻറ്റ് തന്നിട്ട് നെയിം തന്നിട്ടുണ്ട്, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. A 6 അറ്റോമിക് നമ്പർ, B എലമെൻറ്റിന് 14 അറ്റോമിക് നമ്പർ, Cക്ക് 17, Dക്ക് 19. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, വിച്ച് ഓഫ് ദം ബിലോങ്സ് ടു ദ സെയിം പീരീഡ്. ഇതിൽ ഏത് എലമെൻ്റാണ് സെയിം പീരീഡിൽ ഉള്ളത്? അപ്പം നമുക്കതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കണം അല്ലേ. ആദ്യത്തേത് 6 അപ്പോൾ 2 4 ആണ് ആദ്യത്തേത്. രണ്ടാമത്തത് 2 8 4 വരും. മൂന്നാമത്തത് 2 8 7 വരും. നാലാമത്തത് 2 8 8 1 വരും. അപ്പോൾ എയും ബിയുമാണ് സെയിം പീരീഡിലുള്ളത്. കാരണം രണ്ടിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? A ആൻഡ് B. രണ്ടാമത്തത് വിച്ച് എലമെൻറ്റ്സ് എമംഗ് A ആൻഡ് B ഹാസ് ദ സ്മാളർ ആറ്റം. ഇതിനകത്ത് ഏതാണ് സ്മാളർ, ചെറിയ ആറ്റം ഏതാണ്? നമുക്ക് കാണുമ്പോഴേ അറിയാം A ആണെന്ന്. കാരണം അതിന് 2 4 ആണുള്ളത്, 2 ഷെല്ലേ ഉള്ളൂ, മറ്റേതിന് 3 ഷെല്ലുണ്ടല്ലേ. അപ്പോൾ ഏതാണ് സ്മാളർ ആറ്റം? A ആണ്. ഇനി ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ് C. എലമെൻറ്റ് സിയുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ നമുക്കതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കണം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് 2 8 7 ആണ്. അപ്പം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആണ്. അതുകൊണ്ട് നമുക്കറിയാം ഏത് ഗ്രൂപ്പിലായിരിക്കും. അതിന് ഞാൻ കൂടെ പറയുന്നില്ല. ട്രാൻസിഷൻ എലമെൻറ്റ് 10 ഗ്രൂപ്പുണ്ട്. അപ്പം 10 കൂട്ടിപ്പോകണം. അപ്പം 13 മുതലുള്ളത്, അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ മുതലുള്ളത് അങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ 10 കൂട്ടിയാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇടയ്ക്ക് 10 ഗ്രൂപ്പിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് 7 ആകുമ്പോഴത്തേക്ക് 10 കൂട്ടുമ്പം എത്ര ആവും? 17. അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പിലാണ് ഈ എലമെൻറ്റ് C ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഓഫ് എലമെൻറ്റ്സ് ഡസ് C ബിലോങ്. അപ്പോൾ 17ാമത്തെ ഗ്രൂപ്പുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഹാലജൻ ഫാമിലിയാണ് 17ാമത്തെ ഗ്രൂപ്പ്. 18ാമത്തെ ഗ്രൂപ്പ് നോബിൾ ഗ്യാസ് ആണ്, അതൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് 18ാമത്തത് ആൻ എലമെൻറ്റ് അലൂമിനിയം ആണ്. എയിൽ അലൂമിനിയം ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സബ് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. A, റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ ദിസ് എലമെൻറ്റ്. ഏതാണ്? നമുക്കറിയാം അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ തന്നെയാണ് നമുക്കറിയാം പ്രോട്ടോണിൻ്റെ എണ്ണമെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 13. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പറാണ്. ഇവിടെ മാസ് നമ്പർ 27 ആണ്, അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പം നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടുന്നത് 14. ഇനി റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. അപ്പം ഇതിൻ്റെ 13 ആണ് അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം, അതുകൊണ്ട് തന്നെ 13 ആയിരിക്കും ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് 2 8 3 ആണ്. ഡ്രാ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ് എന്ന് വെച്ചാൽ ബോർ മോഡൽ വരയ്ക്കാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒബ്സർവേഷനും ഇൻഫറൻസും ആണ്. ഏതാണ് അതിന് ചേരുന്നതെന്ന് വെച്ചാൽ ഒബ്സർവേഷനിലെത്തിയിട്ട് അതിനകത്ത് അവർ ഇൻഫറൻസ് കണ്ടെത്തിയതാണ്, അതെന്തുകൊണ്ടാണെന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ അത് ചേരുമ്പടി ചേർക്കാനാണ് ഞാൻ എൻ്റെ ആൻസർ ഇട്ടേക്കാം. നിങ്ങൾ എഴുതുക, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതുക. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒപ്പേക്ക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് എന്താണ് റീസൺ എന്ന് പറഞ്ഞാൽ കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. ദ സ്മാൾ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് റൊട്ടേറ്റ്. അത് കൊണ്ടുവയ്ക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നു, സ്മാൾ പാഡിൽ വീൽ കൊണ്ടുവയ്ക്കുമ്പോൾ. അതിനെന്തു അർത്ഥം? പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. മൂന്നാമത്, ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് കാഥോഡ് റേസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ്. അത് പോസിറ്റീവിലോട്ട് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ കാഥോഡ് റേസ് നെഗറ്റീവ് ആയിരിക്കണം. ആൾ ഗ്യാസസ് ഗീവ് കാഥോഡ് റേസ് വിത്ത് സെയിം ബിഹേവിയർ. അപ്പം നമ്മൾ ആ വാക്യൂം ട്യൂബിൽ ഏത് ഗ്യാസ് നിറച്ചാലും സെയിം ബിഹേവിയറാണ് ഈ കാഥോഡ് റേസ് കാണിക്കുന്നത്. അതിനർത്ഥം എന്താണ്? പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. എല്ലാ സബ്സ്റ്റൻസിലും കാഥോഡ് റേസ് പ്രസൻ്റ് ആണ്.
കാഥോഡ് റേസിലെ പാർട്ടിക്കിൾസ് പ്രസൻസ് ആണെന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെലക്ട് ദ സ്യൂട്ടബിൾ നെയിം ഓഫ് ഫാമിലി ഫ്രം ദി ബ്രാക്കറ്റ് ഫോർ ദ സബ്സ്റ്റൻസസ് ഗിവൺ ബിലോ. രണ്ടാമത്തെ ചാപ്റ്ററിലുണ്ട് എലമെൻറ്റിൻ്റെ ഗ്രൂപ്പും അതിൻ്റെ പേരും രണ്ടാമത്തെ ചാപ്റ്ററിൽ കിടപ്പുണ്ട്. അതാണ് ഈ ചോദിച്ചേക്കുന്നത്. ആൻ ഇലക്ട്രോൺ ഫിൽസ് ഇൻ ദ പെനുൾട്ടിമേറ്റ് ഷെൽ. അത് പെനുൾട്ടിമേറ്റ് ഷെൽ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണെന്ന്. യൂഷ്വലി ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ കെമിക്കൽ റിയാക്ഷൻസ്. നോബിൾ ഗ്യാസ്, കാരണം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്, അതിന് ഒക്ടറ്റ് കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് അത് മറ്റുള്ളതുമായിട്ട് അതിന് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. മൂന്നാമത്തത് ദേ ആർ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്. നമുക്കറിയാം അത് ആൽക്കലി മെറ്റൽസ് ആണെന്ന് നമുക്കറിയാം. അറേഞ്ച്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും ഉണ്ട്. പക്ഷേ ഇവിടെ ആക്ടിനോയിഡ്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കത് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം.